കെട്ടിയ സ്ഥലത്തുനിന്ന് രണ്ടുപേരും കുറ്റിയും പറിച്ചിട്ട് വന്നു. ചൂടുകാലല്ലേ അവരും പറയുന്നതേ. കയ്യെത്തും ദൂരത്താണല്ലോ പേരയ്ക്ക കഴിച്ചത്. ദൂരെ ഉണ്ടായെന്ന് കരുതിയാന്ന് തോന്നുന്നു. രണ്ടുപേരും കുറ്റി പറിച്ച് വന്നത് നന്നായി. എനിക്ക് ഇച്ചിരി കോൾഡൊക്കെ ആയിട്ട് വയ്യാണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇവർക്ക് എന്താ അറിവല്ലേ, അവർ ചൂടുകാലം അങ്ങനെ നിൽക്കാനൊന്നും പറ്റൂല, ഞങ്ങളിങ്ങ് പോരാ. പക്ഷികൾ താറാവും കോഴീനെ അഴിച്ചു വിട്ടപ്പം അതിലൊരു വൈറ്റ് ലഗാണുണ്ട്. അത് പാവം, അതിനെ ആരും കൂടെ കൂട്ടൂല, ഒറ്റയ്ക്ക്. അതുകൊണ്ടാണ് അത് മതിൽ ചാടി അപ്പുറത്ത് മണ്ണ് ചകഞ്ഞ് തിന്നാൻ പോകുന്നത്. പാവം, അതിനെ ഒറ്റയ്ക്ക് കൂട്ടിലിട്ടേക്കുവാ ഇപ്പം. അതിനെ പുറത്ത് വിടാൻ പറ്റാത്തത് കൊണ്ട്. മതിൽ ചാടിയാൽ വെറുതെ എന്തിനാ അതൊരു പ്രോബ്ലമാക്കുന്നതെന്ന് കരുതി അതിനെ ഒറ്റയ്ക്ക് കൂട്ടിലടയ്ക്കും. അത് ചിന്തിക്കുന്നുണ്ടാവും, എന്തൊരു കഷ്ടമല്ലേ, ഞാനൊരു മണ്ണ് ചകഞ്ഞ് തിന്നെന്നും പറഞ്ഞ് എന്നെ ഇങ്ങനെ കൂട്ടിലടച്ചേക്കുന്നത്. കഷ്ടം തന്നെ. ഞാൻ ആരുടെയും ഒന്നും നശിപ്പിക്കുകയൊന്നുമില്ല, ആൾക്കാർക്ക് വെറുതെ തോന്നുന്നതാണ്. പക്ഷെ നമുക്കങ്ങനെയല്ലല്ലോ. മറ്റുള്ളവർ അത് പറഞ്ഞാൽ പിന്നെ നമുക്കതൊരു വലിയ ഫീലിംഗ് ആവൂലേ. അതുകൊണ്ട് അവളെ കൂട്ടിലടച്ച് എന്നിട്ട് ഞാൻ കൂട്ടിൽ ഭക്ഷണം കൊടുക്കും. പക്ഷെ അവൾ അവിടുന്ന് മുട്ടയിടും. അതല്ലേ, എവിടെ ഇട്ടാലും വൈറ്റ് ലഗോൺ മുട്ടയിടും കേട്ടോ. അത് നല്ല കോഴിയാണ്. കിങ്ങിണി പറയുന്നത് ഞാൻ ആ മകനും കൂടെ വെള്ളം വെക്കുവാണ്. അതുകൊണ്ട് മകൻ്റെ ഡാൻസ്. അമ്മയാണോ മകനെ കുറ്റി പറിച്ചുകൊണ്ട് വന്നത്? നീ എങ്ങനെയാടാ കുറ്റി പറിച്ചത്? ഞങ്ങൾക്ക് നല്ല ശക്തിയാണ് അമ്മേ. ഫുൾ പാല് ഞാനല്ല. ഇപ്പോൾ 7 മാസമായിട്ട് ഞാനിപ്പോഴും പാല് കുടിയാണ്. അമ്മേനെ ബലാത്സംഗം ചെയ്തിട്ടാണ് പാല് കുടിക്കുന്നത്. അമ്മേനെ ഇതിനെ ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഫുൾ പാല് കുടിച്ച് അവളെ കൊല്ലും. അമ്മയ്ക്കാണോ ഇനി? രണ്ടുപേരും വീതം വെക്കുന്നുണ്ടല്ലോ. പറ്റിയൊരു മകനും തള്ളയും, രണ്ടിനെയും കൂടെ ഉണ്ടല്ലോ ഞാൻ. കുടിച്ചോ. എൻ്റെ അമ്മോ, എമ്മാതിരി സാധനമാണ് ഇവനും അമ്മയും. നടി, കുറച്ച് ബാലൻസ് ഉണ്ടടി. എന്താ നിനക്ക് വേണ്ടേ? മതിയാ? എന്നാൽ പിന്നെ നമ്മുടെ കോഴിക്ക് കൊടുക്കും ഞാൻ. പിണ്ണാക്ക് വെള്ളം കുടിച്ചോടി, അവൾക്ക് മതിയെന്ന്. അവൻ പറയാ ഇനി ഇങ്ങോട്ട് കൊണ്ടുപോകാൻ. ഞാനിവിടെ റെഡിയാണ്, എത്ര വേണേലും കുടിച്ചോളാന്ന്. പക്ഷേ അവർക്ക് അരിയൊക്കെ കൊടുത്ത് ഞാൻ അവരെ അകത്താക്കിയിട്ടുണ്ട്, കോഴികളെ. അപ്പം അവർക്കൊരു തുള്ളി വെള്ളം കൂടെ കൊടുക്കുന്നുണ്ട് ഞാൻ. പിണ്ണാക്ക് വെള്ളം കളയണ്ടല്ലോ, അവർക്ക് കൊടുക്കാം. ഇതെൻ്റെ കോവയ്ക്ക് ആവശ്യത്തിന് കായ്ക്കുന്നുണ്ടേ. എല്ലാവരും എന്താണ് വിശേഷം? എല്ലാവരും കുടിച്ചോളൂ. പിണ്ണാക്ക് വെള്ളം കുടിച്ചോളൂ. പാവങ്ങളല്ലേ, ചൂടത്ത് എല്ലാവർക്കും നല്ല ന്യൂട്രിയൻസൊക്കെ കൊടുക്കണ്ടേ. എന്താ ചെയ്യുക, ഈ പ്ലാവൊക്കെ നല്ല വില കൊടുത്ത് മേടിച്ച പ്ലാവാണ്. അത് കയറും പൊട്ടിച്ച് വന്ന് തിന്നും അമ്മയും മോനും. അബിയു പേരയ്ക്ക എല്ലാ സാധനവും. ഇനി ഇവിടെ കടന്ന വൈകുന്നേരം വരെ കേട്ടാ, രണ്ടിനെയും ഞാൻ ശരിയാക്കും. നിന്നെ ഞാൻ ചട്ടിയിലാക്കൂടെ, ചട്ടിയിൽ. നിന്നെ ഞാൻ ചട്ടി ആക്കുന്നില്ല.